അപ്പാനി വന്ന സന്തോഷത്തിൽ അക്ബർ അങ്ങ് മതിമറന്ന് നടക്കുവാണ്. എന്നിട്ട് "ബാ നമുക്ക് ബെഡ്റൂമിൽ പോയി ഇരിക്കാമെന്നും" പറഞ്ഞ് അപ്പാനിയെ വിളിച്ചോണ്ട് അക്ബർ ബെഡ്റൂമിലോട്ട് പോവാണ്. അപ്പം നെവിനും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയണേ, "നീ പോയോടുകൂടി ഞാൻ മൂഡ് ഓഫ് ആയി പോയെടാ. ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത് നിന്നെ കണ്ടപ്പോൾ." അപ്പം നെവിൻ പറയണു, "ശരിയാണ്, നിങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു ഇവനിവിടെ. ഇവന് കൂട്ടായിട്ട് ഞാൻ മാത്രമേ പിന്നീട് ഉണ്ടായിട്ടുള്ളൂ" എന്ന് പറയുന്നു. അങ്ങനെ അക്ബറും അപ്പാനിയും കൂടെ ബെഡിൽ വന്നിരുന്നിട്ട് അക്ബർ കെട്ടിപ്പിടിച്ചിട്ട് പറയണം, "നിന്നെ ഒരുപാട് മിസ് ചെയ്യടാ." അപ്പോൾ അപ്പാനിയും പറയുന്നുണ്ട്, "ഞാനും ഓരോ സെറ്റിൽ വെച്ച് ഓർക്കുമെടാ നിൻ്റെ കാര്യം. എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്ത്. ഞാനപ്പോൾ എപ്പോഴും ഓർക്കും, ഓരോ പിന്നെ നോമിനേഷൻ വരുമ്പോഴും ഓർക്കും, നീ ഔട്ടാവല്ലേ, കാരണം ഞാൻ വരുമ്പോൾ നീ ഇവിടെ ഉണ്ടാവണേന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അതുപോലെ തന്നെ നടന്നെന്ന്" പറയുന്നു. അപ്പം പിന്നെ അക്ബർ കരയുവാണ്. അപ്പോൾ അക്ബറിൻ്റെ കണ്ണുനീര് അപ്പാനി തുടച്ചു കൊടുക്കുന്നു, "കരയല്ലേ" എന്നും പറഞ്ഞ്. അപ്പം നെവിൻ പറയുവാണ്, "ഇനിയിപ്പം ഞാൻ ആര് വരുമ്പോഴാണോ കരയാനിരിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ലെന്ന്" നെവിൻ കമൻ്റ് ഇടുന്നു. അപ്പോൾ അപ്പാനി പറയണേ, "എന്തായാലും നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് നീ ഇവിടെ നിന്ന് ഇറങ്ങിയാലും നമ്മളൊന്ന് തന്നെ അല്ലേടാ, നമ്മൾ പിരിയത്തില്ലല്ലോ" എന്നും പറഞ്ഞ് രണ്ട് കൈയും ചേർത്ത് ഇങ്ങനെ അപ്പാനിയുടെ പിടിച്ചിരിക്കുകയാണ് അക്ബർ. കാരണം ഇവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരുന്നല്ലോ. അപ്പാനി പോയപ്പോൾ തന്നെ അക്ബർ ആകെ അങ്ങ് ഡൗണായി പോയായിരുന്നു, കരച്ചിലും. പിന്നീടാണ് അക്ബർ ഒന്ന് ഇതായത്. കുറച്ച് ദിവസം കഴിഞ്ഞ് അക്ബർ ഒന്ന് ആ ഒരു ഇതിൽ നിന്ന് ഒന്ന് മുക്തിയാവാൻ. അങ്ങനെ അതൊക്കെ പറഞ്ഞ് കരയുവാണ് അക്ബർ ലൈവിൽ.